നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സംഗതിയാണ്. റോഡ് ടു വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൻ്റെ ആവേശം പോരാന്നിങ്ങനെ പലരും പറഞ്ഞപ്പോൾ ആ ആവേശം നമ്മൾ ഒരുമിച്ച് ചേർന്നുണ്ടാക്കും. 1 മില്യണിലധികം ഫോളോവേഴ്സുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി, 1 മില്യണിലധികം ഫാമിലി ആയിട്ടുള്ള നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ആവേശം ലീഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തുടങ്ങിയ ഒരു വീഡിയോ സീരീസാണ്. അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഫുട്ബോൾ ആവേശത്തിൻ്റെ പാരമ്യതയിലാണെന്ന് മാത്രമല്ല, നമ്മുടെ ആവേശം അങ്ങ് അർജൻറ്റീനയിൽ പോലും വാർത്തയായി നിൽക്കുന്നൊരു സമയമാണ്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അത് നിങ്ങളോടൊന്ന് ആ സന്തോഷം പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അർജൻറ്റീനയിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാധ്യമങ്ങളിലൊന്നാണ് TYC സ്പോർട്സ്. അർജൻറ്റീനയുടെ മത്സരങ്ങൾ അവർ ലൈവായിട്ട് കാണിക്കും. അർജൻറ്റീന ടീമുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അവർ നൽകും. നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു സോഴ്സാണത്. അർജൻറ്റീനയിലെ പ്രമുഖ മാധ്യമം TYC സ്പോർട്സ്. ആ TYC സ്പോർട്സാണ് നമ്മുടെ കേരളത്തിലെ ആവേശം വീണ്ടും അവർ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്താണ്. ഇത്തവണ ഇവിടെ ആവേശം കുറവാന്ന് ആരോടോ പറഞ്ഞത്. അങ്ങ് അർജൻറ്റീനയിൽ വരെ നമ്മുടെ ആവേശം വാർത്തയാണെടോ. യെസ്, TYC സ്പോർട്സ് ഇതാ നമ്മുടെ നാട്ടിലെ അർജൻറ്റീനയുടെ ഫ്ലെക്സ് വെക്കുന്ന ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് പോയി നോക്കുക, TYC സ്പോർട്സ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ നീളമുള്ള ഒരു ഫ്ലെക്സ്. നമ്മുടെ നാട്ടിലിപ്പോൾ പലയിടത്തും അത്തരം ഫ്ലെക്സുകൾ കാണാം. അങ്ങനെയുള്ളൊരു ഫ്ലെക്സ് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നു. ചരിത്രം രചിച്ചവർ നയിക്കും എന്നൊക്കെ അതിൽ എഴുതിയത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫ്ലെക്സും കൊണ്ട് വഹിച്ചു പോകുന്ന വീഡിയോ അവർ പങ്കുവെക്കുന്നു. ഓൾറെഡി 1 മില്യണിലധികം അതിനുള്ള ഈ വ്യൂ ഒക്കെ കയറി പോയിട്ടുണ്ട്. എന്നിട്ട് അതിലവർ കൃത്യമായിട്ട് പറയുന്നു, ഇംപേർഷനേറ്റ് ബാനർ ലാ സെലക്ഷൻ അർജൻറ്റീന ഇൻ കേരള ഇന്ത്യ. അതായത് വളരെ ഇംപ്രസീവ് ആക്കുന്ന ഒരു ബാനർ സെലക്ഷൻ അർജൻറ്റീനയെക്കുറിച്ച്, അർജൻറ്റീന ടീമിനെക്കുറിച്ച് ഇതാ കേരളത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യയിൽ കേരളത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആവേശം കടൽ കടന്ന് അങ്ങ് വൻകരകൾ താണ്ടി അർജൻറ്റീന വരെ എത്തി എന്നുള്ളതാണത് കൃത്യമായിട്ട് കാണിക്കുന്നത്. സോ ഇതൊരു വല്ലാത്ത സംഭവം തന്നെയല്ലേ. ഏതോ നാട്ടിൽ കിടക്കുന്നവരാണ് നമ്മൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഏതോ വൻകരയിൽ കിടക്കുന്നവർ. അവരുടെ രാജ്യത്തെക്കുറിച്ച്, അവരുടെ രാജ്യത്തിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് നമ്മളിവിടെ ആവേശം കൊള്ളുമ്പോൾ ആ ആവേശം അവർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇനി പറയടോ ഇവിടെ ഫുട്ബോൾ ആവേശമൊന്നുമില്ല, ഉറങ്ങിക്കിടപ്പാണെന്ന്. ഞങ്ങൾക്ക് മാറി, കളിയൊക്കെ വേറെ ലെവലിലേക്ക് പോയി. അപ്പോൾ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വരുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ, 2022 വേൾഡ് കപ്പിൽ ഖത്തറിൽ വെച്ച് കളി നടക്കുമ്പോൾ, അവിടെ നമ്മുടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളുള്ള നാടാണല്ലോ ഖത്തർ. അവിടെ ആവേശഭരിതരായിട്ട് കളിയെക്കുറിച്ച് ആവേശം കൊള്ളുന്ന നമ്മുടെ മനുഷ്യരെ നോക്കി, നമ്മുടെ സഹോദരങ്ങളെ നോക്കി യൂറോപ്യൻ മാധ്യമങ്ങൾ പുലമ്പി ഇവർ ക്യാഷ് വാങ്ങിയിട്ട് വരുന്നവരാണ്, ഫേക്ക് ഫാൻസ് ആണെന്ന്. ജർമ്മൻ മാധ്യമമായ ബിൽഡും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ചില മാധ്യമങ്ങളൊക്കെ കൊടുത്ത വാർത്ത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ തിരക്കിയാലും അത് കാണാൻ പറ്റും. ഫേക്ക് ഫാൻസ്, ഖത്തർ ഫേക്ക് ഫാൻസിന് ഇതാ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകളെ അവർ കാണിച്ചു. നമ്മൾ പൈസ വാങ്ങിയിട്ട് ബ്രസീലിൻ്റെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് അല്ലെങ്കിൽ അർജൻറ്റീന ജേഴ്സിയൊക്കെ അണിഞ്ഞ് ആവേശം കാണിക്കുകയെന്ന്, അതാണ് അവർ പറഞ്ഞത്. അതിലൊരു സുഹൃത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ, ഞങ്ങൾ ഇത്തവണ നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ, ഞങ്ങളോ, അവരെ കണ്ടാൽ യൂറോപ്യന്മാരല്ല അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കക്കാരല്ല, അവരെങ്ങനെ ഞങ്ങൾ എന്ന് പറയുന്നത് പൈസ കൊടുത്ത് ഖത്തർ ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് വാർത്ത കൊടുത്തത്. അതായത് യൂറോപ്പിന് ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നർത്ഥം. യൂറോപ്പിനെ ഒന്നും മനസ്സിലായിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. അതാണ് അവരന്ന് അങ്ങനെ വാർത്ത കൊടുത്തത്. പക്ഷേ ലാറ്റിൻ അമേരിക്കയിലെ ഈ രാജ്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഒരു നാടുണ്ടെന്നും ഇവിടുത്തെ ആരാധകർ പന്ത് കളിയെ ഹൃദയത്തിലേറ്റുന്നവരാണെന്നും അത് നെഞ്ചേറ്റി
അതിൻ്റെ ആവേശം ഉൾക്കൊള്ളുന്നവരാണെന്നും അവർ തിരിച്ചറിയുന്നു. അതവർ കാണിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതോ നാട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ അങ്ങുള്ള ദിവസങ്ങളിൽ വാഗ്വാദവും തർക്കവും ചർച്ചയും ഒക്കെ ആയിരിക്കും. അത് പലതും നമ്മൾ ആവേശത്തിലങ്ങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും യൂറോപ്പിനൊരു പക്ഷെ തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ ആവേശം ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ ആവേശം ഇതാണ്. ഫുട്ബോൾ പ്രേമികൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഒത്തൊരുമിച്ച് നിന്ന് ഈ കളിയെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ആ തർക്കങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി, അതിനപ്പുറത്തേക്ക് പോകുന്നതിലും അർത്ഥമില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മുടെ ആവേശം ലോകത്തിൽ അറിയേണ്ടവരൊക്കെ അറിഞ്ഞ് നമ്മളെ ആ രൂപത്തിൽ അംഗീകരിച്ചിട്ടുള്ളൊരു നിൽപ്പാണ്. കണ്ടിട്ടില്ലേ, ഫിഫ റീജിയണൽ പോസ്റ്റുകളാണെങ്കിൽ പോലും മലയാളത്തിൽ പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതറിഞ്ഞിട്ടൊക്കെ തന്നെയാണ്. കഴിഞ്ഞ തവണ ചില കട്ടൗട്ടുകൾ ഒരു റിവറിലൊക്കെ വെച്ചത് വലിയ രൂപത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തയായി മാറിയതും നിങ്ങൾ ഓർക്കണം. അപ്പോൾ വേൾഡ് കപ്പ് എത്തുന്നു, സുഹൃത്തുക്കൾ അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ സൗഹൃദങ്ങൾ തെറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ വേൾഡ് കപ്പ് പൊളിച്ചെടുക്കും.